ഈ കൊച്ചു കേരളത്തിൽ ഈശ്വരചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയമിടിപ്പിൽ ഒരു നാമമുണ്ട്, നമ്മുടെ വള്ളിക്കാവ് അമ്മ. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ അതിർത്തി അങ്ങോട്ട് വിട്ടാലോ, മാതാ അമൃതാനന്ദമയി ദേവി. അതും കഴിഞ്ഞ് അല്പം കൂടി വടക്കോട്ട് പോയാൽ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിയുമ്പോൾ മാതാ അമൃതാനന്ദമയി ജി. അതും പോട്ടെ, 7 സാഗരം കഴിഞ്ഞ് കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ മാതാജി. അമ്മയുടെ പേര് പോലും ചിലർ മുഴുവൻ പറയാറില്ല. അപ്പോൾ അതിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു എളിയ ഭക്തയ്ക്ക് എന്നും ഓർമ്മയോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞാൻ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും, നമുക്കൊരു വിശ്വമാതാവുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ബഹുമാന്യയായ അമൃതാനന്ദമയി അമ്മ. അമ്മ 72ാം ജന്മദിനം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ അമ്മയ്ക്കൊരു ആശംസ പറഞ്ഞുകൊണ്ടൊരു വാക്ക് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് ഒരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് അമ്മയോടൊന്നും പറയാനില്ല. എന്ത് പറയാൻ, അമ്മയിൽ നിന്നും കേട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ പ്രഭാഷണങ്ങൾ, ഇതെല്ലാം കേട്ട് എനിക്കെപ്പോഴും ഞാൻ എൻ്റെ ചിന്തയിൽ കൊണ്ടു നടക്കുന്നത്, അമ്മ ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ ചൈതന്യം ഈ ലോകമെമ്പാടും നിറഞ്ഞു തുളുമ്പി നിൽക്കണം. കാരണം ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ അമ്മയ്ക്ക് മാത്രമേ, ഒരുപക്ഷെ അമ്മയെപ്പോലെയുള്ള ഈശ്വരാധീനം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ഹൃദയമുള്ളവർക്ക് മാത്രമേ നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വരും തലമുറ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ പറയാണ്, അമ്മയുടെ പ്രഭാഷണങ്ങളും അമ്മയുടെ പ്രാർത്ഥനയും ഒരുപാട് കാലം തുടരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ.